നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നീതു വന്ന് പറഞ്ഞിട്ട് പോയ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര വിഷമമായിപ്പോയി. അവൻ എന്തു ഭാവിച്ചത്? നീതുവിനോട് തന്നെ കല്യാണം കഴിക്കണം പോലും, അവരിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹരീഷിനെ കണ്ടു കഴിഞ്ഞപ്പം നികേഷും സുധീഷും കൂടി ഇരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും നിധി രണ്ടുപേരെയും ഒന്ന് മാറി മാറി നോക്കുകയാണ്. ആ സമയം സുഭാഷ് പറഞ്ഞു, എടാ എന്ത് പരിപാടിയാണ് നീ ഇന്ന് കാണിച്ചെന്ന് ചോദിച്ചു. എന്താ സുഭാഷ് ഏട്ടാ, നീ എന്താ അന്ന് നീതുവിനോട് പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എടാ ഇത്തിരിയെങ്കിലും തലയ്ക്ക് ബുദ്ധിയും ബോധമുള്ളവർ പറയുന്ന കാര്യമാണ് നീ പറഞ്ഞേ. അത് സുഭാഷ് ഏട്ടാ ഞാൻ എടാ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണല്ലേ അവള്. ഞാനും അവളും തമ്മിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന് നിനക്കറിയാലോ. അത് പോട്ടെ, അതെന്ത് ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷേങ്കിൽ നീ സ്നേഹിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ കാണിച്ചെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? കാരണം ഇപ്പം നിനക്ക് അവളോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു പക്ഷേങ്കിൽ നിനക്ക് അവളോടാ ഇഷ്ടമായിരുന്നെങ്കിൽ അവൾ എന്ന് പറയുക, അതെ ഹരീഷേ എൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞാൽ നീ എന്ത് പറയും? അത് കേട്ടപ്പം ഹരീഷ് ഒന്നും മിണ്ടായിരിക്കണം. എന്താടാ നിൻ്റെ വായിക്കകത്തും മറുപടി ഇല്ലേ, ഉത്തരവില്ലേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാണ്. അത് പിന്നെ എനിക്ക് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട. എടാ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണിൻ്റെ മനസ്സെന്താന്ന് ഇതിലായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ലല്ലേ? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ബെസ്റ്റ് ആളോടാ പറയണേ. ഇവൻ അതൊക്കെ എന്തേലും അറിയാവോ? അതൊക്കെ എന്നോട് ചോദിക്കുക. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ആ കാര്യത്തിൽ പിന്നെ എക്സ്പേർട്ട് ആണല്ലോ സുധീഷേട്ടൻ. സുധീഷേട്ടൻ പിന്നെ ടു Z കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നും പറഞ്ഞ് സുധീഷിനെ കളിയാക്കുവാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഹരീഷിനെ നോക്കി ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഹരീഷ് ആഹാരം കഴിക്കാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ നിധി രണ്ടുപേരെ മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഹരീഷ് ആഹാരം പോലും കഴിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? നിനക്ക് സമാധാനമായല്ലോ, ഞാനിന്ന് അവനെ കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് എന്നിട്ട് ഹരീഷിനോട് പറഞ്ഞു, ഹരീഷേ നീ എന്താണെങ്കിലും നീതുവിനോട് പറഞ്ഞു മോശമായി പോയെന്ന് പറഞ്ഞു. അത് പിന്നെ നിധി അടുത്ത് എനിക്ക് മനസ്സിലാവും, പക്ഷേ നീതുവിൻ്റെ മനസ്സെന്താന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു പക്ഷേ നീ നന്മയെ കരുതിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞേ. സുഭാഷേൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് സുഭാഷേൻ്റെ കല്യാണം നടന്നിട്ടില്ലോ, അപ്പം തൻ്റെ കല്യാണം അതിനു മുമ്പ് നടന്നാൽ എങ്ങനെ ശരിയാവും? അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുഭാഷേട്ടൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുമല്ലേ, സുഭാഷേട്ടനൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. ഇത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, അതേ നിധിയാടുത്തി എനിക്ക് നല്ല വിഷമമുണ്ട് സുഭാഷേൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട്. എടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. നീതുവിൻ്റെ മനസ്സിനെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അവൾ നിന്നെക്കുറിച്ച് ഇപ്പോൾ എന്തായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പെണ്ണിന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ ഒരു കാര്യം ചെയ്യണം, അവളെ കണ്ട് അവളോടൊന്ന് സോറി പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചു ഹരീഷ് ചോദിച്ചു, അല്ല അത് വേണോ നിധിയാടുത്തിന്ന് ചോദിച്ചു. വേണം, നീ അവളോട് സോറി പറയണം. പാവം അല്ലേടാ, അവൾ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കണം. സുഭാഷേനുള്ള പെണ്ണ് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും സുഭാഷേൻ്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നല്ലൊരു ബന്ധം വരുമ്പോൾ സുഭാഷേൻ്റെ കല്യാണം നടത്താനേ. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നീ വന്ന് ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഹരീഷിനെ വിളിച്ചോണ്ട് നിധി അങ്ങോട്ടേക്ക് വരിക. ഹരീഷ് പിന്നാലെ വരുന്ന സമയത്ത് നിധി എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, സുധീഷിനോടും നികേഷിനോടുമാണ് ഞാൻ പറയണേ. ഇനി മേലാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷിനെ കളിയാക്കിയുണ്ടല്ലോ, ദേ ഇതോടുകൂടി നിർത്തിക്കണം എന്ന് വെച്ചാൽ എല്ലാം നല്ല കേമന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. ഹരീഷ് വന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞു. പിന്നീട് ഹരീഷ് കടയിലേക്ക് അങ്ങോട്ട് പോയി. വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഹരീഷിന് തോന്നി ഒരു സോറി പറയണം അവളെ കണ്ട്. അങ്ങനെ സോറി പറയാനായിട്ട് നീതുവിൻ്റെ വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അവളോ നിന്നു. നീതു പുറത്തിറങ്ങുന്ന സമയത്ത് കാണുവാണെങ്കിൽ നീതുവിനോടൊരു സോറി പറയണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് കാണുന്നില്ല. ഇവളെന്താ പുറത്തേക്ക് പോലും വരാത്ത, വീട്ടിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്കാണ് സുധീഷ് എല്ലോടെ വരുന്നത്. സുധീഷ് നോക്കി കഴിഞ്ഞപ്പോൾ ഹരീഷ് അവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ട്. ഇതെന്താ പോലും എന്തോ കാര്യമുണ്ടല്ലോ, എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും മനസ്സിലായില്ല. എന്തോ കാര്യമായിട്ടുണ്ട്. പിന്നീട് സുധീഷ് വന്ന് ഹരീഷിനോട് ചോദിച്ചു, എന്താ ഹരീഷ് നീ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്തിനാ ഇവിടെ നിൽക്കണേന്ന് പറ. അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞു. ഫ്രണ്ടിനെ കാണാനോ? ഏത് ഫ്രണ്ടിനെ കാണാനായിട്ട്? അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നിനക്കറിയാവുന്ന ചോദിച്ചു. അറിയത്തില്ല, എന്നാലും പറ. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞേ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഫ്രണ്ടിനെ കാണാനാണോ അതോ നീതുവിനെ കാണാനാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് ഒന്ന് ചമ്മി. പിന്നീട് ഹരീഷ് പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാനായിട്ട്.
അവൻ ഓരോ ചോദ്യമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. സുധീഷ് പറഞ്ഞു, ഞാൻ പോയേക്കാവേ, ഞാനൊരു ശല്യം ചെയ്യുന്നില്ലെന്നും പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് മാറി. സുധീഷ് അവിടെ പോയി പമ്മി നിന്നു. എന്താ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അവിടെ നിന്ന് മറിഞ്ഞു നോക്കുമ്പോൾ നീതു മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ. നീതു മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് നീതു കുറേ വേസ്റ്റ് ഉണ്ടായിരുന്ന കയ്യിൽ, കുറേ ചപ്പ് ചവറുകളല്ല, അതെല്ലാം കൂടെ അങ്ങോട്ട് കൊട്ടിയിടാനായിട്ട് വന്നപ്പോഴാണ് അവനെ കണ്ടത്. പെട്ടെന്ന് ഹരീഷും കൂടി ഒന്ന് ഹരീഷ് എന്നിട്ടൊരു നീതു, സോറി കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പറയാനൊന്നും പാടില്ലായിരുന്നു, അതെ എൻ്റെ തെറ്റായി പോയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ഇമാതിരി വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. നിന്റെ സോറിയും കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ആരാന്ന നിന്റെ ഭാവം? എടാ, ആണുങ്ങൾ ആരെങ്കിലും പറയുന്ന കാര്യമാണോ നീ പറഞ്ഞേ? നിന്റെ തലയ്ക്കകത്ത് ഇത്തിരിയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. ഇത് അതുപോലും ഇല്ലാതായി പോയല്ലോടാ. പ്രേമിക്കുന്ന പെണ്ണിനോട് പറയാൻ പറ്റുന്ന കാര്യം ഒരു പെണ്ണിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലടാ. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ? നിന്റെ പിന്നാലെ ഞാൻ നടന്നെന്ന് വെച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നിൽക്കുവാന്നോ? അതോ ഇനിയിപ്പോൾ എനിക്ക് ആരെങ്കിലും പ്രേമിക്കാനായിട്ട് അത്ര വലിയ കൊതിയായിട്ടാണോ? എടാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെ മാത്രമാണ്. പക്ഷെ നിനക്ക് ഇഷ്ടമില്ല, നീ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഹരീഷോട് സോറി വേണ്ട, ഒരു സോറിയും പറയണ്ട, മര്യാദയ്ക്ക് പോയിക്കോ, എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന് ആ ചപ്പ് ചവറുകളുള്ള ആ ബാസ്ക്കറ്റ് അവൻ്റെ തലയിലേക്ക് കമിഴ്ത്തുവാണ്. ഇത് സുധീഷ് കണ്ടു അവിടെ നിന്നിട്ട്. ഓഹോ, അപ്പം ഇതാണ് കാര്യമല്ലേ, കൊള്ളാലോ എന്ന് വിചാരിച്ചു. പിന്നീട് നീതു ദേഷ്യത്തോടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ സുധീഷ് അങ്ങോട്ട് വന്നു. ആകെപ്പാടെ നാണക്കേടായി പോയി ഹരീഷിന്. ഈ സമയം സുധീഷ് ചോദിച്ചു, അപ്പം ഇതായിരുന്നില്ലേ പരിപാടി? ഇവളെ കാണാനായിട്ടാണ് വന്നേ, എന്നിട്ട് കിട്ടിയോടാന്ന് ചോദിച്ചു. എന്ത്? അല്ല, ആവശ്യത്തിന് കിട്ടിയ മട്ടം ഉണ്ടല്ലോ, ഈ നിപ്പും മട്ടം ഭാവമൊക്കെ കണ്ടിട്ട്. അത് കേട്ടപ്പം ഹരീഷിന് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. സുധീഷ് പറഞ്ഞു, കൊള്ളാം. എടാ, ഒരു പെണ്ണിനോട് ഒരു മാക്സിമം സോറി പറയാൻ പോലും നിനക്കറിയത്തില്ലേ? പെണ്ണിനെ വളയ്ക്കാനും അറിയത്തില്ല, എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഹരീഷിന് നല്ല ദേഷ്യമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരിക. ആ സമയം സുഭാഷ് ചോദിച്ചു, ഇതെന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ച്? അത്ഭുതമായിരിക്കുന്നല്ലോ, സാധാരണ രണ്ടുപേരും കൂടെ കീരിയും പാവം പോലെയാ, അങ്ങനെ ഒരുമിച്ച് നടക്കുന്നൊന്നുമല്ല. പക്ഷെ ആദ്യമായിട്ടാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറി വരുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷിന് പോലും അത്ഭുതമായിരുന്നു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് ഇവനെ കണ്ടു, അങ്ങനെ ഒരുമിച്ച് പോകുന്നതാന്ന് പറഞ്ഞു. അതെന്താണെന്ന് നല്ല കാര്യമെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, അല്ല എന്തിയേ, നിധി എന്തിയെന്ന് ചോദിച്ചു. അവള് പുറത്ത് ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. പുറത്തോ? ആരുടെ കൂടെ? നികേഷിൻ്റെ കൂടെ. ഈ സമയത്ത് പുറത്തു പോകാനായിട്ടോ? എന്താ സുഭാഷ് ചേട്ടാ അത്? സുഭാഷ് ചേട്ടൻ എന്തിനാ വിട്ടേന്നൊക്കെ ചോദിക്കുകയാണ്. എടാ, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കില്ലേ, ഇപ്പോഴിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് തീരുമല്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നിധിയും നികേഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം സുധീഷ് പറഞ്ഞു, എന്ത് പരിപാടി നിധി കാണിച്ചേ? പോകുമ്പോൾ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയോട് ചൂടാവുകയാണ്. നിധി പറഞ്ഞു, എന്തിനാ? അല്ല, നിങ്ങൾ എവിടെ പോയതാന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ ഇവിടെ അടുത്ത് വരെ പോയതാ, ദൂരേക്കൊന്നും പോയതല്ലെന്ന് പറഞ്ഞു. അടുത്ത് വരെ പോയതാണെങ്കിലും ആരുടെ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? അത് ഞങ്ങൾ സുഭാഷ് ചേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ, എന്നോട് എന്താ പറയാത്തെന്ന് ചോദിച്ചു. ഇപ്പം സുധീഷിനോട് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴാണ് നിധിയുടെ കയ്യിൽ ഒരു കവറിരിക്കുന്നുണ്ട്. ഇതെന്താ? ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിധി നികേഷിനോട് പറഞ്ഞു, ഈ കവർ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ നികേഷ് കവർ തുറന്നു. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, ഇതെന്താ നിധി അടുത്തെന്ന് ചോദിച്ചു. ഇത് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു. ഇൻഡക്ഷൻ കുക്കറോ? ഇതെന്തിനാന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, എൻ്റെ നിധി, ഈ മരമുണ്ടന്മാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതെ, ഗ്യാസൊക്കെ തീർന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ കറണ്ടടുപ്പിലുണ്ടാക്കാം, ഇതാണ് കറണ്ടടുപ്പെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്യാസ് തീർന്നു പോയ സമയത്ത് സുഭാഷിയുടെ പുറത്ത് വെച്ചല്ലേ ആഹാരമൊക്കെ പാചകം ചെയ്തേ, വിറകടുപ്പേൽ. പാവം കഷ്ടമുണ്ട്, അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാനൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയതാന്ന് പറഞ്ഞു. ഇനിയിപ്പം ഗ്യാസ് തീർന്നാലും നമുക്ക് ആഹാരമൊക്കെ പാചകം ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു, അല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, പാത്രമോ? അതിന് മുകളിൽ പറ്റിയ പാത്രം? അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അങ്ങനത്തെ പാത്രമൊന്നും ഇവിടെ ഇല്ല നിധി അടുത്തെന്ന് പറഞ്ഞു. പിന്നെ അടുക്കളയിൽ ഒരു സ്റ്റീൽ പാത്രം ഉണ്ട് ഇരിപ്പണമെന്ന് തോന്നുന്നത്, ഞാനൊന്ന് പോയി എടുത്ത് നോക്കാം പാകമാവുന്ന എന്നും പറഞ്ഞ് നികേഷ് അടുക്കളയിലേക്ക് പോയിട്ട് ആ പാത്രം കൊണ്ടേ കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, ഇത് പറ്റില്ല എന്ന് നികേഷെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി, ഒരു പുതിയ പാത്രം മേടിക്കേണ്ടായിരുന്നു, ഇൻഡക്ഷനെ വെക്കുന്ന 2-3 പാത്രം മേടിക്കേണ്ടായിരുന്നു. സാരമില്ല, ഒരു കാര്യം ചെയ്യാം, നാളെ പോയി മേടിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു, അല്ല നിധി,
കുറേ പാത്രങ്ങളൊക്കെ തട്ടുംപുറത്ത് ഇരിപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് കൊള്ളുമെങ്കിൽ അതെടുക്കാം, ഇത്തേ വെക്കാൻ പറ്റുന്നതാണോ നോക്കാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടാ നോക്കാൻ പറയണം. അങ്ങനെ സുഭാഷ് പാത്രങ്ങൾ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3-4 ചാക്കുകെട്ടുകൾ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുവാണ്. ദേ മോള് കെട്ടി വെച്ചിരുന്ന ഇതിനകത്ത് ചിലപ്പോൾ ഇൻഡക്ഷൻ കുക്കറെ വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കാണുമായിരിക്കും, ഒന്ന് നോക്കാനായിട്ട് പറയണം. അങ്ങനെ നിധി ആ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ്. നികേഷും കൂടി രണ്ടുപേരും കൂടി ചേർന്നിട്ടിരുന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കവറിനകത്തുനിന്ന് അല്ലെങ്കിൽ ആ ചാക്കേട്ടിനകത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവർ അത്ഭുതത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. അപ്പം അത് ഈ പറയുന്ന സുധീഷിൻ്റെ, സുഭാഷിൻ്റെയും നികേഷിൻ്റെയും അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നത്, അവരുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്ചര്യമാണ് തോന്നി നികേഷിനെ. കാരണം അതിൽ പകുതി ഫോട്ടോസ് നികേഷ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നികേഷിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ നികേഷിന് പിന്നീട് വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ തൻ്റെ അമ്മയും താനും കൂടെ നിൽക്കുന്ന ഒറ്റ ഫോട്ടോസ് പോലും ഇല്ല. ബാക്കി എല്ലാവരും ചേർന്ന് നിൽക്കുന്നതും അമ്മയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്, പക്ഷെ തന്നെ മാത്രം അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസൊന്നും ഇല്ല. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു എന്താ ഇതെല്ലാം കൂടെ എന്തിനാ ഇവിടെ എടുത്തിട്ടിരിക്കണമൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നിധി കാര്യം എന്താ വെച്ചാൽ പറയണം. ആ സമയം ഭാസ്കരൻ പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട്. അല്ല ഇതെന്താ ഫോട്ടോസൊക്കെ അതൊക്കെ ഇപ്പോൾ എടുത്താന്ന് പറഞ്ഞു. ഇതിനകത്തിരുന്ന അതിപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി എടുത്താന്ന് പറയണം. അതെ ഇങ്ങനെ തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഇത്രയും ദിവസത്തെ ഇവിടെ ആയിരുന്നല്ലോ ഇരുന്നേ, ആർക്കും ഒന്നിടത്ത് കാണണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ അല്ലേടാ, ഇങ്ങ് നോക്ക് ഞാൻ എന്ത് ഗ്ലാമറായിരുന്നു ഇന്ത്യയൊക്കെ പ്രായത്തിൽ, നിന്നെപ്പോലൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് കളിയാക്കി പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.